कमलं श्रीगुरु वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयति गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ओम तत्सत्। हरे कृष्ण। വീണ്ടും ഒരു ശനിയാഴ്ച കൂടി എല്ലാവർക്കും ഇന്ന് ശ്രേഷ്ഠമായ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ആ ശ്രേഷ്ഠമായ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തായിരുന്നു ആ ശ്രേഷ്ഠമായ ദിവസം? വിനായക ചതുർത്ഥി ആയിരുന്നു. അതാരാ പറഞ്ഞ? ആദിലക്ഷ്മിയാണോ? ഭാഗ്യലക്ഷ്മിയാ പറഞ്ഞത്. ഓക്കെ, ഹരേ കൃഷ്ണ. വീഡിയോ കണ്ടില്ല. ഓക്കെ, വിനായക ചതുർത്ഥി. ആരാ വിനായകൻ? എന്തോ? ഗണപതി, ഗണങ്ങളുടെ പതി, ഗണപതി. 33 കോടി ദേവന്മാരുടെ ദേവതമാരുടെ ഗണപതി. ഗണപതിക്കുള്ള സവിശേഷത എന്താ? വിഘ്നങ്ങളെല്ലാം തീർക്കും. ഓക്കെ, വിഘ്നങ്ങളെല്ലാം തീർക്കും. ഒന്ന്. ഇനി വിദ്യ തരും. എന്തോ? വിദ്യ തരും. ഓക്കെ, ഇനി അടുത്തത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. വലിയവർക്കും പറയാം. ചെറിയ കുട്ടികൾ ആദ്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പേരൻസ് ഇങ്ങനെ വെറുതെ ഇരിക്കും. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അതിലുപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു. എന്താണ്? പതിനെട്ട് പുരാണങ്ങളും 108 ഉപനിഷത്തുക്കളും 2 ഇതിഹാസങ്ങളും വ്യാസമഹർഷി എഴുതിയപ്പോൾ അതിലെ ഒരു ഇതിഹാസം മഹാഭാരതം എഴുതാൻ വ്യാസമഹർഷിയുടെ കൂടെ ഒരാൾ ഒപ്പം കൂടി. അതാരായിരുന്നു? ഗണപതി. ഇപ്പൊ ഗണപതി വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം ഗുരുസ്ഥാനീയനാണ്. മഹാഭാരതത്തില് 2 ഗുരുക്കന്മാരാണ്, വ്യാസമഹർഷിയും സാക്ഷാൽ മഹാഗണപതി. അതുകൊണ്ട് ഗണപതിയെ നമ്മൾ കാണുമ്പം എങ്ങനെയാണ് വന്ദിക്കുന്നത്, നമ്മൾ ഓരോ ദേവന്മാരെയും വന്ദിക്കുന്നതും നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. സാധാരണ നമ്മളത് അറിയാറില്ല. കാര്യം നമുക്ക് അതൊന്നുമല്ല ആവശ്യം. നമ്മൾ ഏത് ദേവന്മാരാണെങ്കിലും നമ്മൾ ചെല്ലും, കടവുളേ കാപ്പാത്തും എന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ, നീ തന്നെയാണ് എൻ്റെ ആശ്രയം, നീ എന്നെ രക്ഷിക്കണം, എനിക്കിതൊക്കെ വേണം. എല്ലാവരുടെ ചെന്ന് ഇതാണ് പറയുന്നത്. നമ്മൾ ചീറ്റിംഗ് ടെൻഡൻസി ഉള്ളവരാണ്. എല്ലാവരോടും ചെന്ന് പറയുന്നത് നീ മാത്രമേ എനിക്കുള്ളൂ, നീ മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണം.
ചീറ്റിംഗ് ടെൻഡൻസി അല്ലേ അത്? നീ മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ഈ 30 ദേവതമാരുടെ അടുത്തും പോയി ചോദിക്കുന്നതിനാ നീ മാത്രമേ ഉള്ളെന്ന് പറയുന്നത് എന്തിനാ? മനുഷ്യൻ അങ്ങനെയാണ്. പിറന്ന കാലം മുതൽ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പുരോഗമിച്ചു പോയിട്ടുള്ളത്. എവിടെങ്കിലും ഒരു ചീറ്റിങ്ങിന്റെ ഒരു പോയിന്റ് കാണാം, ഏതൊരു ഭൗതികമായി ഏതൊരാളുടെ ഉയർച്ചയിലും. ഞാന് നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്ന വൈഷ്ണവരെ കുറിച്ചല്ല പറഞ്ഞത്, സാധാരണഗതിയിലുള്ള ഒരു സംഭവം മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ മഹാഭാരതം എഴുതുന്ന സമയത്ത് വ്യാസമഹർഷിക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റാതെ ഒരു സിറ്റുവേഷനാണ്. നാരദ മഹർഷിയാണ് വ്യാസമഹർഷിയോട് നിർദ്ദേശിക്കുന്നത് മഹാഗണപതിയെയും കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. വ്യാസമഹർഷി അവിടെ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു നിബന്ധന വെച്ചു. കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്, അർത്ഥമറിയാതെ ഒരു വാക്കുപോലും എഴുതരുത്, ഇടയ്ക്ക് നിർത്താനും പാടില്ല എന്ന്. വെട്ടിത്തിരുത്തലുകളൊന്നും പാടില്ല, അർത്ഥമറിയാതെ ഇത് എഴുതുകയും പാടില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് എഴുതാൻ പോകുന്നതെന്ന് വ്യാസമഹർഷിക്ക് അറിയാം. മഹാഭാരത യുദ്ധം, മഹാഭാരത കഥയാണ് പറയാൻ പോകുന്നത്. അതിലെ നടുവിലത്തെ അധ്യായമാണ് ഭഗവത്ഗീത. 700 ശ്ലോകങ്ങളുള്ള 18 അധ്യായങ്ങളുള്ള ഒരു ഭഗവത്ഗീത മഹാഭാരതത്തിന് നടുവിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, അർത്ഥം മാറിപ്പോയി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി. ഇടയ്ക്ക് ശ്ലോകങ്ങൾ ഞാൻ തെറ്റിക്കുമ്പം എന്നെ സഹായിക്കാറില്ലേ ജയപ്രകാശ് പ്രഭുവും സുശീം പ്രഭുവും ഒക്കെ. അപ്പം അതെന്തുകൊണ്ടാ? തെറ്റ് ചെല്ലാൻ പാടില്ല, അർത്ഥം അറിഞ്ഞിട്ട് വേണം. അപ്പൊ തിരിച്ച് മഹാഗണപതി ഒരു നിബന്ധന വച്ചു, അക്ഷരസ്ഫുടതയോടെ അനർഗളമായിട്ട് വേണം ഇത് പറയാൻ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഉഭയകക്ഷി സമ്മതത്തോടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടെ മഹാഭാരത കഥ തുടങ്ങുകയായി ലിഖിത രൂപത്തിൽ. അങ്ങനെ ആ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവത്ഗീത പുസ്തക രൂപത്തിൽ, ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാക്ഷാൽ മഹാഗണപതിയെ കാണുമ്പം ഈ ഗുരുവന്ദനമാണ് ചെയ്യേണ്ടത്. ഇത് എനിക്ക് തോന്നിയ ഒരു വാക്കുകൾ ഞാൻ പിന്നീട് പരംപൂജനീയ ജയപതാക സ്വാമിയുടെ വരികളിലൂടെയൊക്കെ പോയി നോക്കിയപ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി. ഞാൻ ചിന്തിച്ചത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി. കാര്യം ജയപതാക സ്വാമിയുടെ ഒരു വരികൾ ഞാൻ എടുത്തു പറയുകയാണ്. സിദ്ധി ഗണപതിയാണ്, ബുദ്ധി ഗണപതിയാണ്. ആ സിദ്ധിയും ബുദ്ധിയും കിട്ടിയത് നരസിംഹ ഭഗവാനിൽ നിന്നാണ്. അപ്പൊ മഹാഗണപതി വൈഷ്ണവനാണ്. അതുകൊണ്ടാണ് രണ്ടുപേരെ വിളിക്കുമ്പോഴും നമ്മൾ വിഘ്നവിനാശ നരസിംഹ ഭഗവാൻ കീ ജയ് എന്ന് പറയും, വിഘ്നവിനാശ ഗണേശ ദേവൻ കീ ജയ് എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൽ. ഇനി നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുമ്പോൾ, മംഗളകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന, ഭൗതികമായിട്ട് നമ്മളെ സാധാരണ ജനം ചെയ്യുന്ന ഒന്നാണ്. എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? വിഘ്നങ്ങൾ വരാതിരിക്കാൻ അല്ലെങ്കിൽ മംഗളകരമായിട്ട് നടക്കാൻ ഒരു ഹോമം ചെയ്യാറുണ്ട്. ആ ഹോമം എന്താ? ഗണപതി ഹോമം. ഈ ഗണപതി ഹോമം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്തത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായോ, പൂർത്തിയായോ? വിഘ്നം മാറ്റാനായിട്ട്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈശ്വരഹിതമായിട്ടുള്ള, ഭഗവാനെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മംഗളകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതില് വിഘ്നങ്ങളൊന്നും വരാൻ പാടില്ല, ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടണം എന്ന ഉദ്ദേശത്തോടെ നമ്മൾ മഹാഗണപതിയെ വന്ദിക്കുന്നു. ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, ഒരു പ്രസിഡൻഷ്യൽ സീറ്റാണ്, അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് നമ്മൾ യജ്ഞം ചെയ്യുന്നു. യജ്ഞമാർക്കാ സമർപ്പിക്കുന്നത്? വിഷ്ണുവിനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യജ്ഞം സമർപ്പിക്കുന്നത് വിഷ്ണുവിനാണ്, അതേസമയം അവിടെ ഗുരുസ്ഥാനത്ത്, അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് മഹാഗണപതിയെ. ഇതെല്ലാം ഒരു കണക്കുകൂട്ടലുകളാണ്. ഇതും വിഷ്ണു കൽപ്പിച്ചു കൊടുത്തതാണ്.
ബ്രഹ്മാവും വിഷ്ണുവും കൽപ്പിച്ചു കൊടുത്ത സ്ഥാനങ്ങളാണ്. ഇത്രയുമാണ് മഹാഗണപതിയുടെ ഒരു വശം പറയാനുള്ളത്. ഇനി മഹാഗണപതി ആരുടെ പുത്രനാണ്? മഹാദേവന്റെയും പാർവതിയുടെയും മഹാദേവരുടെയും പാർവതി ദേവിയുടെയും. ഗണേശൻ ജനിക്കാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ആ സന്ദർഭം എന്താ? ഗണേശൻ എങ്ങനെയാണ് അറിയാം? ഗണേശന്റെ ജ്യേഷ്ഠന്റെ പേരെന്താ? ശ്രീമുരുകൻ. മുരുകൻ. സുബ്രഹ്മണ്യൻ. അതാരുടെ മകനാ? അതാരുടെ മകനാണ്? ശിവൻ. ശിവൻ. ശിവന്റെയും പാർവതിയുടെയും. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടൊരു സ്റ്റുഡന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. മഹാദേവരുടെ മാത്രം മകൻ എന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം പറയും. അത് അവിടെ ഇരിക്കട്ടെ, അത് എഴുതി വെച്ചിരിക്കുക. സുബ്രഹ്മണ്യൻ മഹാദേവരുടെ മാത്രം മകൻ. നിൽക്കട്ടെ അവിടെ. പാർവതി ദേവി മകനെ കിട്ടാൻ ഇല്ലാതെ, സന്താന ഭാഗ്യം ലഭിക്കാതെ വിഷമിക്കുകയാണ്. അവിടെ മഹാദേവരുടെ അടുത്ത് ഈ സങ്കടം പറയും. എന്നിട്ട് പറയും, പുത്രനില്ലാത്തവരുടെ ജീവിതം വ്യർത്ഥമാണ്. എല്ലാ വിഭവങ്ങളുണ്ടെങ്കിലും നിർജ്ജനമായ സ്ഥലത്ത് വെച്ച് പ്രിയതമനോടുള്ള സംഭവമാണ് സ്ത്രീക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിന് ഭംഗം വരുന്നത് പോലെ മറ്റൊരു ദുഃഖവുമില്ല. ഇന്ന് പറഞ്ഞതുപോലെ തൈലോക്യകാന്തനായ അങ്ങയെ കാന്തനായി ലഭിച്ചിട്ടും എനിക്ക് പുത്രൻ ഉണ്ടായിട്ടില്ല എന്ന് പാർവതി ദേവി മഹാദേവരോട് സങ്കടം പറയും. പുത്രനില്ലാത്തവരുടെ ജീവിതം വ്യർത്ഥമാണ്. തപസ്, ദാനം മുതലായവ കൊണ്ട് ലഭിക്കുന്നത് ജന്മാന്തര സുഖമാണ്. സത്പുത്രനാകട്ടെ, സത്ത് പുത്രനാകട്ടെ ഇഹത്തിലും പരത്തിലും സുഖപ്രദനാണ്. എന്തുകൊണ്ടാണ് സത്പുത്രൻ ലഭിക്കണം എന്ന് പറയുന്നത്? പുത്രൻ എന്ന് പറയുമ്പോൾ പുത്ത് എന്ന നരകത്തിൽ നിന്ന് അച്ഛനെയും അമ്മയെയും രക്ഷിക്കേണ്ടവനാണ് പുത്രൻ. അപ്പൊ ആ പുത്രൻ നമുക്കില്ലാതെ വരിക എന്നുള്ളത് അത് ദുർഭാഗ്യമാണ്, നിർഭാഗ്യമാണ്. അതുകൊണ്ട് അങ്ങ് എല്ലാ ഉപായങ്ങളും അറിയുന്നവനും തപസ്സുകളുടെ ഫലദാതാവുമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം എന്ന് പാർവതി ദേവി മഹാദേവരോട് ചോദിക്കും. ഇങ്ങനെ ഈ വിഷമങ്ങള് മഹാദേവര് സംശയം ചോദിക്കുകയാണ്, ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ചോദിക്കും. അങ്ങനെ ബ്രഹ്മാവും മഹാദേവരും ഇതിനെക്കുറിച്ച് ആദ്യം സംഭാഷണം ചെയ്യും. ഈ സംഭാഷണം പിന്നീട് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത് മഹാദേവർ ചെന്ന് പാർവതി ദേവിയുടെ അടുത്ത് പറയും. ഇവിടെ പറഞ്ഞത് നമ്മളെല്ലാം ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിഷമങ്ങൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുകയോ ചെയ്യുന്ന വേണ്ട സമയത്ത്, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ മാറേണ്ട സമയത്ത് നമ്മൾ പല വ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്, ഇല്ലേ? ഇതിലെല്ലാം ശ്രേഷ്ഠമായ വ്രതം ഏകാദശി വ്രതമാണ്. ഏകാദശി വ്രതം കൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് മുക്തി ലഭിക്കും. ഇഹലോകത്തിൽ മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കുമെന്നാണ് എന്ന് പറഞ്ഞതുപോലെ. ഇപ്പം നമ്മളിപ്പം ഹരേ കൃഷ്ണ മഹാമന്ത്രം ചാൻഡ് ചെയ്തു, ജപിച്ചു. ഒരേ വാക്ക് ആവർത്തനത്തോടെയുള്ള ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അപ്പം വിഷ്ണു സഹസ്രനാമത്തേക്കാൾ ഒരു പടി മുന്നിലാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം. കാര്യം ഭഗവാന്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അവിടെയാണ് വാൽമീകി മഹർഷിക്ക് മോക്ഷം കിട്ടുന്നത്. രാമ 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 എന്ന് തുടർച്ചയായിട്ട് വർഷങ്ങളോളം ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഒരു മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് ഒരേ നാമം തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഇത് ഷോഡശ നാമന 16 അക്ഷര മന്ത്രം ഹരേ കൃഷ്ണ വീണ്ടും ആവർത്തിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി. വീണ്ടും ആവർത്തിക്കുകയാണ് ഹരേ രാമ, വീണ്ടും ആവർത്തിക്കുകയാണ് രാമ രാമ ഹരേ ഹരി. അപ്പൊ ഒരേ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ദൃഢതയുണ്ടാകും, ആ നാമത്തിന് രൂപമുണ്ടാകും, ആ രൂപത്തിനൊരു ജീവൻ ഉണ്ടാകും.
ആ ജീവന് നമ്മളോട് സംസാരിക്കാൻ കഴിയും. ആ സംസാരം നമുക്കുള്ള അനുഗ്രഹമായിട്ട് മാറും. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ പാർവതി ദേവിയോടുത്ത് മഹാദേവര് പറയുകയാണ്, പുണ്യാകവ്രതം അനുഷ്ഠിക്കണം. 1 വർഷം അനുഷ്ഠിക്കണം. ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് ഈ യുഗത്തില്. എങ്കിലും സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് ഈ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഗുണങ്ങളോട് തുല്യം ചെയ്യുന്ന ഒരു പുത്രനെ നമുക്ക് കിട്ടും. അങ്ങനെ ഈ വ്രതം കൊണ്ട് ആരാധിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണസേവ കൊണ്ട് കോടിക്കണക്കിന് പിതൃ പരമ്പരയോടുകൂടി മുക്തി പ്രാപിക്കുന്നു. ഹരിമന്ത്രം സ്വീകരിച്ച് ഹരിസേവ നടത്തുന്നവരുടെ ജന്മം സഫലമാകുന്നു. അതിനാൽ ഭവതി ഹരിമന്ത്രം സ്വീകരിച്ച് വ്രതം ആരംഭിക്കണം. ഇത് ഇത്രയും പറഞ്ഞിട്ട് മഹാദേവര് പാർവതി ദേവിയും കൂടെ കുട്ടി ഗംഗാതീരത്ത് ചെന്നിട്ട് ഹരിമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും പൂജാവിധിയും കവചവും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇതിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സമയം, അനുയോജ്യമായ സമയം മാഘമാസത്തിലെ ശുക്ല ത്രയോദശിയിൽ വ്രതം ആരംഭിക്കണം. 108 പാരിജാത പുഷ്പങ്ങൾ ദിവസവും വിഷ്ണുവിന് അർപ്പിക്കണം. 108 പാരിജാത പുഷ്പങ്ങൾ. ഇത് പുണ്യാകവ്രതത്തിന്റെ ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഇത്തിരി പ്രയാസമാണെന്ന് പറയുന്നത്. 108 പാരിജാത പുഷ്പങ്ങൾ ദിവസവും ഭഗവാൻ സമർപ്പിക്കും. അതുപോലെ തന്നെ വെള്ളച്ചമ്പകപ്പൂക്കൾ അർപ്പിക്കണം. 1,00,000 താമരപ്പൂക്കൾ അർപ്പിക്കണം. ഇതൊക്കെ അതുകൊണ്ടാണ് ഭഗവതി ഈ യുഗത്തില്, കലിയുഗത്തില്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇത്തിരി പ്രയാസമാണ് എന്ന് പറയുന്നു. എങ്കിലും ആ സങ്കല്പം എടുത്ത് കുറച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഗുണം കിട്ടും. ഇനി ഇപ്പൊ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഇത് ഞാൻ മാത്രമാണോ ആദ്യമായിട്ട് പുണ്യാകവ്രതം അനുഷ്ഠിക്കുന്നത്? ഇതുകൊണ്ട് ക്വാളിറ്റി ഉണ്ടാവുമോ, യോഗ്യത ഉണ്ടാവുമോ, ഇതിനൊരു ഫലമുണ്ടോ? എല്ലാവർക്കും സംശയമാണ്. വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഇതൊരു സംശയമാണ്. നമുക്ക് ആത്മാശാസ്ത്രം പ്രമാണം ചെയ്യും. അപ്പൊ അവിടെ മഹാദേവര് ഒരുപാട് എവിഡൻസ് പറഞ്ഞു കൊടുത്തു, സാക്ഷ്യപത്രങ്ങൾ കാണിച്ചു കൊടുത്തു. പറഞ്ഞത്, ബ്രഹ്മാവ് പറഞ്ഞിട്ട് ഇതുപോലെ ഭവതിയുടെ സംശയത്തിൽ, അല്ലെങ്കിൽ ഭവതി ഇതേപോലെ ഒരു വിഷമം നേരിട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ ബ്രഹ്മാവിനോട് ചോദിച്ചിരുന്നു. അപ്പൊ ബ്രഹ്മാവാണ് ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. ഇതേപോലെ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സന്താന ഭാഗ്യം ഇല്ലാതെ വന്നിട്ടുണ്ട്, ബ്രഹ്മാവിനെ സമീപിച്ചിട്ടുണ്ട്, ബ്രഹ്മാവ് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞതുപോലെ വ്രതമനുഷ്ഠിച്ച ശതരൂപയ്ക്ക് പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരെ ലഭിച്ചു. ശതരൂപയ്ക്ക് നോട്ട് ചെയ്ത് വെക്കണം, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരെ ലഭിച്ചു. ഈ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണ് ദേവഹൂതിക്ക് സിദ്ധേശ്വരനായ കപിലനെ പുത്രനായി ലഭിച്ചത്. എല്ലാം എഴുതി വെക്കണേ. പിന്നെ അരുന്ധതിക്ക് ശക്തി എന്ന പുത്രനെ ലഭിച്ചതും ശക്തിയുടെ പത്നിക്ക് പരാശരനെ പുത്രനായി ലഭിച്ചതും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടാണ്. അതിഥി ദേവിക്ക് വാമനദേവനെ ലഭിച്ചതും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടാണ്. ശുചിക്ക് ജയന്തനെ ലഭിച്ചതും ഉത്താനപാദ പത്നിക്ക് ധ്രുവനെ ലഭിച്ചതും കുബേരപത്നിക്ക് നളകുബേരനെ ലഭിച്ചതും സൂര്യപത്നിക്ക് മനുവിനെ ലഭിച്ചതും അത്രിപത്നിക്ക് ചന്ദ്രനെ ലഭിച്ചതും ഭൃഗുപത്നിക്ക് ശുക്രനെ ലഭിച്ചതും എല്ലാം ഈ വ്രത അനുഷ്ഠാനം കൊണ്ടാണ്. ഈ വ്രതം അനുഷ്ഠിച്ചാൽ സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഭവതിക്ക് പുത്രനായി ലഭിക്കും. അപ്പൊ അവിടെയാണ് പോയിന്റ് വന്നത്. ഗണേശൻ മറ്റാരുമല്ല, ഭഗവാന്റെ മറ്റൊരു അവതാരമാണ്. ഇത് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയത്തൂ. നമ്മൾ ചിലരിടത്ത് നമ്മൾ ചിത്രങ്ങൾ കാണാറുണ്ട്. ഉണ്ണികൃഷ്ണനും ബാലഗണപതിയുമായിട്ട് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ നാട്ടിൽ കാണാറുണ്ട്, അല്ലേ?
എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടതായിട്ട് ഓർക്കണില്ല. ഉണ്ണി ഗണപതിയും ഉണ്ണികൃഷ്ണനുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ഉണ്ട്. അതിതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ആ, സാക്ഷാൽ ഭഗവാന്റെ മറ്റൊരവതാരമാണ്. അതിഥി ദേവിക്ക് വാമനദേവനെ കിട്ടിയതുപോലെ ഭഗവാൻ തന്നെയാണ് പാർവതി ദേവിക്ക് ഗണപതിയായിട്ട് വരുന്നത്. ഇത് ഭഗവാന്റെ മറ്റൊരു അനുകമ്പയാണ്, അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഇത് പാർവതി ദേവി പ്രാർത്ഥിച്ച് പുണ്യാകവ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കും, നല്ല സുന്ദരനായിട്ടും ഏറ്റവും വലിയ ശക്തിമാനായിട്ടും ബുദ്ധിമാനായിട്ടും അങ്ങയെ പോലെ, അങ്ങയ്ക്ക് തുല്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങ് തന്നെ എനിക്ക് മകനായിട്ട് കിട്ടണമെന്ന്. ഇനി ഇടയ്ക്ക് അത് അവിടെ നിൽക്കട്ടെ. കുത്തിയിരിക്കുന്ന ദേവന്മാർ എത്ര പേരുണ്ട്? സാമ്യത പറയുകയാണ്. കുത്തിയിരിക്കുന്ന ദേവന്മാർ എത്ര പേരുണ്ട്? 33 കോടി ദേവന്മാരോ? അയ്യപ്പൻ. പിന്നെ ആരാ? പിന്നെ കുത്തിയിരിക്കുന്നത് ആരാ? അതേപോലെ തന്നെ കുത്തിയിരിക്കുന്നത് ആരാ? ജയപ്രകാശ് പ്രഭു അങ്ങ് ഒരുപാട് ഗണപതി കുത്തിയിരിക്കുമല്ലേ? ഗണപതിയും ഒരു വശം കുത്തിയിരിക്കുന്നു, ശരിയാണ്. പിന്നെ ആരാ കുത്തിയിരിക്കുന്നത്? മൂന്ന് പേര്. സരസ്വതി അല്ല, ഞാൻ കുത്തിയിരിക്കുക. ശിവനും ഇരിക്കണ്ടല്ലോ. ശിവൻ കൂടുതലും അങ്ങനെ കുത്തിയിരിക്കുന്നു. ഞാൻ കുത്തിയിരിക്കുക ഉദ്ദേശിച്ചത് നമ്മളെ മറിമായ അവിടെ കുത്തിയിരിക്കുന്നു പറയും. അയ്യപ്പനും ഗണപതിയും ഒക്കെ. ആ, അവിടെ അയ്യപ്പനും നരസിംഹ ഭഗവാനുമാണ് യഥാർത്ഥത്തിൽ. കാലിന് പേരുണ്ട്. ആ കാലിന് അവിടുന്ന് ആര് പിന്നെ കവചം ഇടുന്നതിനൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ ഇവര് രണ്ടുപേരുമാണ് കുത്തിയിരിക്കുന്നത്, നരസിംഹ ഭഗവാനും അയ്യപ്പനും. നരസിംഹ ഭഗവാന്റെ മറ്റൊരവതാരം തന്നെയാണ് സാക്ഷാൽ ഈ ശാസ്താവ് അയ്യപ്പനായിട്ട്. അതവിടെ നിൽക്കട്ടെ, ഒക്കെ ഇങ്ങനെ നോക്കി വെച്ചിരുന്നാ മതി. അതുകൊണ്ടാണ് ഈ സാമ്യതകൾ വരുന്നത്. ഇനി നരസിംഹ ഭഗവാനും ഗണപതിക്കും തമ്മിലൊരു സാമ്യതയുണ്ട്. എന്താ ആ സാമ്യത? വിപിൻ പ്രഭു. മുഖം മൃഗങ്ങളുടേതാണ്. നോട്ട് ദ പോയിന്റ്. ആ, എന്താ ഭാഗ്യലക്ഷ്മി പറഞ്ഞത്? ഞാൻ പറഞ്ഞു വിഷ്ണുവിന്റെ ഒരു 4ാമത്തെ അവതാരമാണല്ലോ നരസിംഹം. അതെ, വിഷ്ണുവിന്റെ 4ാമത്തെ അവതാരം. ഞാൻ പറഞ്ഞു വന്നത് നരസിംഹ ഭഗവാനും മഹാഗണപതിയും തമ്മിലൊരു സാമ്യത. അതായത് നരസിംഹ ഭഗവാനും പകുതി മനുഷ്യനും, ഗണപതിയും തല ശരീരം മനുഷ്യൻ്റെത്. എന്താ ഗണപതിക്ക് അങ്ങനെ വരാൻ കാരണം? നരസിംഹ ഭഗവാന്റെ കാര്യം നമുക്കറിയാം. ഗണപതിക്ക് അങ്ങനെ വരാൻ എന്താ കാരണം? ശിവന്റെ ശൂലം വന്ന് തല ഗണപതി പണ്ട് ബാലനായിരുന്നു ഗണപതി. അപ്പൊ തല അറുത്ത് പിന്നെ തല കൊണ്ട് വെക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞപ്പം കാട്ടീന്ന് ആനയുടെ തല വെട്ടിക്കൊണ്ടുവന്ന് വെച്ച്. ശരി, ഓക്കെ. ഇനി വേറെ എത്ര പേർക്ക് പറയാം? അതൊരു അഭിപ്രായം. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം 1000 അഭിപ്രായം വരും. വേറെ എന്തൊക്കെ അഭിപ്രായം? പഠിച്ചതും കേട്ടതും പഠിക്കാത്തതും ഒക്കെ പറയാം. ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ, ശില്പമാതാജിയും നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ ഏറ്റവും കൂടുതൽ മാറ്റം നടക്കുന്നിടത്തെ ഒരു ചൂഷിതമായിട്ടുള്ള
സൈക്കോളജിക്കലി ചൂഷിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആനയുടെ തലയിലുള്ള ആളിനെയാണ് പൂജിക്കുന്നത്, അല്ലെങ്കിൽ സിംഹത്തിന്റെ തലയുള്ള ആളിനെയാണ് പൂജിക്കുന്നത്. ഇതൊക്കെ എന്താണ്? പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു ബാർബേറിയൻ സിവിലൈസേഷൻ ആണ് എന്നൊക്കെയാണ്, അപരിഷ്കൃതമായ ഒരു അല്ലേ, ഒരു വിശ്വാസമാണ് അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. എന്തുകൊണ്ടാണ് ഗണപതിക്ക് അങ്ങനെ വന്നത്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവ കാരണം. എല്ലാ കാരണങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം. ഒരു കാരണവുമില്ല ഇതൊക്കെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ പാർവതി ദേവി, അത് അവിടെ നിൽക്കട്ടെ, വരുന്നുണ്ട്. അങ്ങനെ പാർവതി ദേവി ഒരു വ്രതം ആരംഭിക്കുകയാണ്. അപ്പം വ്രതത്തിന്റെ എവിഡൻസുകളെല്ലാം പറഞ്ഞു. ഇനി ഇങ്ങനൊരു വ്രതം ആരംഭിക്കാനും ഭഗവാനെ സ്മരിക്കാനും അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കാനും ഒരു യോഗ്യത വേണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇവിടെ ഇരിക്കുന്നവർ നിസ്സാരക്കാരല്ല. ഓരോരുത്തരും ആരെയും അളക്കാൻ പാടില്ല, ആർക്കും ഭക്തിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഭഗവാന്റെ സ്വന്തം ഭക്തരാണ്. മാത്രമല്ല നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഭംഗി വാക്ക് പറയുന്നതല്ല, പുകഴ്ത്തുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ഭൂമി ഇളകുന്നതാവട്ടെ, ഒരിക്കലും ഈ പാത വിട്ടു പോകരുത്. ആ പാത വിട്ടു പോയി കഴിഞ്ഞാൽ ഇത് MBBS പഠിച്ച് സുന്ദരമായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാതെ പോകുന്നത് പോലെ ആയിപ്പോകും. അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി എല്ലാം പഠിച്ച് സുന്ദരമായിട്ട് പഠിച്ചു, അവൻ എഴുതിയ മാർക്ക് കിട്ടും, ജയിക്കും. പക്ഷെ അത് എഴുതുന്നില്ല. അങ്ങനെ പോകുന്നത് പോലെ ആയിപ്പോകും. ഇവിടെ അതിന്റെ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഒരു ഭഗവാനെ അല്ലെങ്കിൽ ഒരു കൃഷ്ണ ഭക്തൻ ഒരാൾ എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ കൃഷ്ണന്റെ പേര് വിളിക്കാൻ ഒരാൾക്ക് എങ്ങനെ യോഗ്യത വരും എന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന മഹാദേവര് പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്ന, നോക്കൂ, രാമായണം മഹാദേവര് പാർവതി ദേവി എടുത്ത് പറഞ്ഞതാണ് നമ്മൾ പഠിച്ചത്. പിന്നെന്താ, ഭാഗവതം മഹാദേവര് പാർവതി ദേവി എടുത്ത് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. സപ്താഹം മഹാദേവര് പാർവതി ദേവി എടുത്ത് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇവർക്ക് എക്സാമ്പിൾ ആകാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ചെറിയ മനസ്സില് ഉള്ള ആ അസൂയ, ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അസൂയാലുക്കൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നാണ്. ശുചിംപ്രഭ ശ്ലോകം എടുത്തു വെച്ച് ഇവിടെ ഭാരതത്തിൽ ജന്മം ലഭിച്ചവൻ, ഞാൻ നേരത്തെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭാരതത്തിൽ ജന്മം ലഭിച്ചവൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാനയിൽ പറയുന്നത്, ഭാരതം ഈ ഭൂപ്രദേശവുമല്ലയോ എന്നൊരു വരികൾ പറയുന്നുണ്ട്, ഞാൻ മറന്നുപോയി. ഭാരതം ഈ പ്രദേശവുമല്ലയോ. അപ്പം ഭാരതത്തിൽ ജനിച്ചവന് ചൈതന്യ മഹാപ്രഭുവും പിന്നീട് ഇത് പറയുന്നുണ്ട്, ഇത് ഭാരതമാണ്. ഈ ഭാരതത്തിൽ ജനിച്ചവൻ ഭഗവാനെയാണ് സ്മരിക്കേണ്ടത്, വിഷ്ണുവിനെയാണ് സ്മരിക്കേണ്ടത്. അതായത് സയൻസ് സ്കൂളിൽ അഡ്മിഷൻ ആയ ഒരാള് പിന്നെ കൊമേഴ്സ് അല്ല പഠിക്കേണ്ടതിനർത്ഥം. സയൻസ് സ്കൂളിൽ പോയിട്ട് എനിക്ക് കൊമേഴ്സ് ആണ് പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് വരുന്നത് എന്നതുപോലെയുള്ള ഇവിടെ മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നവന് 7 ജന്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് തന്നെ സൂര്യമന്ത്രം ലഭിക്കും. അപ്പം ദേവന്മാരെ ആരാധിക്കുന്നവർക്ക് 7 ജന്മങ്ങൾക്ക് ശേഷം സൂര്യമന്ത്രം ലഭിക്കും. എഴുതി വെക്കണം. ദേവന്മാർ ആരോമാർക്ക് 8 സൂര്യമന്ത്രം കിട്ടുന്നു. പിന്നെ അത് എത്ര ജന്മമാണ്? 7 ജന്മം. പിന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് സൂര്യമന്ത്രം ലഭിക്കുന്നു. അങ്ങനെ സൂര്യമന്ത്രം ലഭിച്ചിട്ട് 3 ജന്മങ്ങൾ, സൂര്യമന്ത്രം ജപിച്ച് 3 ജന്മങ്ങൾ കഴിയുമ്പോൾ ശൈവമന്ത്രം ലഭിക്കും. സൂര്യമന്ത്രം, പിന്നെ സൂര്യമന്ത്രം ലഭിച്ച് 3 ജന്മങ്ങൾ കഴിയുമ്പോൾ ശൈവമന്ത്രം, ശൈവമന്ത്രം ജപിച്ച് വീണ്ടും 7 ജന്മങ്ങൾ കഴിയുമ്പോൾ മായാമന്ത്രം ലഭിക്കും. എന്താ മായാമന്ത്രം?
ദുർഗാദേവിയുടെ ഉപാസകനായിട്ട് മാറും. ദുർഗാമന്ത്രം ലഭിക്കും. അങ്ങനെ നാരായണിയായ മായയെ 100 ജന്മമാണ് ആരാധിക്കേണ്ടത്. 100 ജന്മം ആരാധിച്ചു കഴിയുമ്പോൾ നാരായണന്റെ, സാക്ഷാ നാരായണന്റെ ഒരു കല കിട്ടും. ഒരു കല, നാരായണന്റെ ഒരു അംശം. ആ അംശത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സേവ ചെയ്യുമ്പോൾ, ഈ ഒരു വർഷം ഈ കലയെ സേവിക്കുമ്പോൾ വിഷ്ണു ഭക്തി ഉണ്ടാകും. വിഷ്ണുവിന്റെ തലത്തിൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ വിഷ്ണു ഭക്തിയാവും. അവിടെ ആയിട്ടില്ല, നമ്മൾ പൂർത്തിയായിട്ടില്ല. ഇനി ഈ വിഷ്ണു ഭക്തി പതുക്കെ വളർന്ന് പരിപക്വമായിട്ട് മാറും. പരിപക്വമായിട്ട് പിന്നീട് നിർവാണ ഫലപ്രദമായ ശ്രീകൃഷ്ണ മന്ത്രം ലഭിക്കും. ഇത്രയും മനസ്സിലായോ? ശ്രീകൃഷ്ണ മന്ത്രം ലഭിക്കും. കൃഷ്ണമന്ത്രവും കൃഷ്ണവ്രതവും കൃഷ്ണമന്ത്രവും സർവഫലപ്രദമാണ്. കൃഷ്ണഭക്തൻ കൃഷ്ണന് തുല്യനായി തീരും. മഹാപ്രളയത്തിൽ പോലും കൃഷ്ണഭക്തന് നാശമില്ല. ആലോചിച്ച് നോക്കണം. നമ്മൾ ഇന്ന് ഇവിടെ ആദ്യം ചൊല്ലിയ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കപ്പോൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം നമ്മൾ ഓർമ്മിക്കണം. എത്രയോ കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് കൃഷ്ണസേവ, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനുള്ള അറിവും മനസ്സും നമുക്ക് കിട്ടും. ആ ശ്ലോകം ഏതാണ്? നന്നു, ശ്ലോകം ഏതാ? ഏത് ശ്ലോകമാ? സുശീം പ്രഭു. ബഹൂനാം ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബധ്യതേ വസുദേവ സർവം ഇതി. മഹാത്മാ സ്വമഹാത്മാ സദുർലഭ. ശ്ലോകം എടുത്ത്, നമ്മൾ പഠിച്ച ശ്ലോകമാണ്. എടുക്ക്. ബഹുന എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? 7th ചാപ്റ്റർ 19th ശ്ലോകം. ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ ഭഗവത്ഗീതയുണ്ടോ? എന്തോ? അമ്മയുടെ കയ്യിലുണ്ട്. ഓക്കെ, 7ാമത്തെ അധ്യായം എടുക്കണം. എത്രാമത്തെ ശ്ലോകമാ അത്? 19. 7ാമത്തെ അധ്യായം 19ാമത്തെ ശ്ലോകം. അതിന്റെ അർത്ഥം അന്നു എടുത്തോ, വായിച്ചോ? അന്നു പോയി ട്രാൻസ്ലേഷൻ ചിന്തിക്കും. ബഹുനാം ജന്മനാമത്തെ ജ്ഞാനവന്മാൻ പ്രപദ്യത്തെ വാസുദേവ സർവമിതി സ മഹാത്മ സുദുർലഭഃ. After many births and deaths, he who is actually in knowledge surrenders unto me, knowing me to be the cause of all causes and all that is. Such a great soul is very rare. അതിന്റെ മലയാള അർത്ഥാർത്ഥം വായിക്കാൻ പറ്റുമോ? ഭാവാർത്ഥാണ് പ്രഭു. അതെ, വിവർത്തനമോ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഈ പറഞ്ഞത് സത്യമല്ലേ? ഞാൻ നേരത്തെ എങ്ങനാണ് കൃഷ്ണഭക്തി കിട്ടിയെന്നുള്ള കണക്ക് പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇതൊന്നും വെറുതെ അല്ല പറയുന്നത്. ഭഗവത്ഗീതയിലെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധൂകരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൾ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നിന്ന് എടുത്തു പറഞ്ഞു. കൃത്യമാണിതെല്ലാം. അതുകൊണ്ടാണ് പറയുന്നത് തത്മാശാസ്ത്രം പ്രമാണന്തേ. അപ്പം എല്ലായിടത്തും പറയുന്നത് വിഷ്ണുഭക്തിയെ കുറിച്ചിട്ടാണ്. രാമായണം വായിക്കുമ്പോൾ വിഷ്ണുഭക്തി, ഭാഗവതം വായിക്കുമ്പം വിഷ്ണുഭക്തി.
ശരിക്കുമുള്ള ദേവി ഭാഗവതം വായിക്കുമ്പം വിഷ്ണു ഭക്തിയാണ് പറയുന്നത്. ഭഗവത്ഗീത വായിക്കുമ്പം വിഷ്ണു ഭക്തി. അപ്പം അൾട്ടിമേറ്റ്ലി നമുക്ക് ഏൺ ചെയ്യാനുള്ളത്, സമ്പാദിക്കാനുള്ളത് ജീവിതത്തിൽ വിഷ്ണു ഭക്തിയാണ്, ഹരിഭക്തിയാണ്. അങ്ങനെ ഇവിടെ ഗണേശൻ പാർവതി ദേവിക്ക് പിറക്കുകയാണ്. ആ ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. ഭഗവാൻ തന്നെ ഗണപതിയായിട്ട് പാർവതി ദേവിക്ക് പിറക്കുകയാണ്. ഗണേശരൂപിയായ ശ്രീകൃഷ്ണൻ ജന്മം തോറും ദേവിയുടെ പുത്രനായിരിക്കും. ഉടൻ തന്നെ ആ പുത്രൻ ദേവിയുടെ മടിയിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നിട്ട് പാർവതി ദേവി എടുത്ത് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ ഗണേശ രൂപത്തില് പാർവതി ദേവിയുടെ മുന്നിൽ എത്തുകയാണ്. ആർക്കെങ്കിലും ഗണപതിയുടെ പാട്ടറിയാം? പാടാൻ. ഹരേ കൃഷ്ണ. എനിക്കറിയാം. എന്നാ പാടിക്കുള്ളൂ, ഒന്ന് ചെറുതായിട്ട് പാടും. പാടിക്കോളൂ. മഹാഗണപതിം മഹാഗണപതിം മനസാ സ്മരാമി. 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 വസിഷ്ഠവാമനീവാദിവന്ദിത മഹാഗണപതിം മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മാനകോടി പ്രകാശം ശാന്തം മാനകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാദിപ്രിയം 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 മൂഷികവാഹനമോദകപ്രിയം മഹാകാവ്യനാടകാദിപ്രിയം മൂഷികവാഹനമോദകപ്രിയം പാപ്പമഗമരി സരി സനി പമഗമ പാദനി സരി ഗമരി സനി സനി പം സനി പമഗമനി പമരി ഗമരി സ രി സ സനി പമഗമ സരി ഗമ ഗണപതിം മനസാ സ്മരാമി. വസിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ടായിരുന്നു.
താങ്ക് യു. അങ്ങനെ സാക്ഷാൽ മഹാഗണപതി അവതരിച്ചു കഴിഞ്ഞു നമ്മുടെ മുന്നിൽ. ആരാണ് വന്ന് അവതരിച്ചിരിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് വന്ന് അവതരിച്ചിരിക്കുന്നത്. 33 കോടി ദേവന്മാരും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ദേവന്മാരെല്ലാം വന്നിട്ട് ആ കുഞ്ഞിനെ, മഹാഗണപതിയെ അനുഗ്രഹിക്കുകയാണ്. ബ്രഹ്മാവാണ് ആദ്യം വന്ന് അനുഗ്രഹിക്കുന്നത്. നിന്റെ യശസ് ജഗത്തിൽ നിറയട്ടെ, സർവപൂജ്യനായി ഭവിക്കട്ടെ, എല്ലാവരെക്കാളും ആദ്യം പൂജിക്കപ്പെടുന്നവനായി തീരട്ടെ. ധർമ്മൻ വന്ന് പറയും, ഭഗവാൻ എന്നോട് തുല്യം ധർമ്മിഷ്ഠനായി തീരട്ടെ, സർവജ്ഞനും ദയായുക്തനും ഹരിഭക്തനും ഹരിക്ക് തുല്യനുമായി തീരട്ടെ. മഹാദേവര് പറയും, എന്നെ പോലെ ദാതാവും ഹരിഭക്തനും. നമുക്ക് എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ഹരിഭക്തൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. വെറുതെ അല്ല ഇവിടെ നമ്മൾ ക്ലാസ്സിൽ വരാനും ഭഗവത്ഗീത പഠിക്കാനും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും പറയുന്നത് വെറുതെ അല്ല, ഭംഗിവാക്കിന് പറയാനല്ല. അപ്പം മഹാദേവര് പറയാണ്, എന്നെ പോലെ ദാതാവും ഹരിഭക്തനും ബുദ്ധിമാനും വിദ്യാവാനും പുണ്യവാനും ശാന്തനും ദാന്തനുമായി തീരട്ടെ. ലക്ഷ്മി ദേവി പറയാണ്, നിന്റെ ദേഹത്തിലും ഗൃഹത്തിലും എന്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകട്ടെ, എന്നെ പോലെ ശാന്തയും പതിവ്രതയുമായ കാന്തിയെ ലഭിക്കട്ടെ. സരസ്വതി ദേവി പറയും, എനിക്കുള്ളതുപോലെ ശുക്രവിതയും ധാരണാശക്തിയും സ്മൃതിയും വിവേചനാശക്തിയും ഉണ്ടാകട്ടെ. സാവിത്രി ദേവി പറയും, നീ വേദജ്ഞാനിയായി തീരട്ടെ, എന്റെ മന്ത്രം ജപിക്കുന്നവനും വേദവാദികളിൽ പ്രവരനുമായി തീരട്ടെ. ഹിമവാൻ പറയും, ശ്രീകൃഷ്ണനിൽ നിനക്ക് ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും പറയുകയാണ്, ശ്രീകൃഷ്ണനിൽ, ഹിമവാനാണെന്ന് വന്ന് പറയുന്നത്, ശ്രീകൃഷ്ണനിൽ നിനക്ക് ഉറച്ച ഭക്തി ഉണ്ടാകട്ടെ, ശ്രീകൃഷ്ണന് തുല്യം ഗുണവാനായി തീരട്ടെ. മേനക വന്ന് പറയും, ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തെ പോലെയും സമുദ്രത്തിൽ കാമനെ പോലെയും. പിന്നെ വീണ്ടും പറയുകയാണ്, ഹരിയെ പോലെ ശ്രീയുക്തനും ധർമ്മനെ പോലെ ധർമ്മയുക്തനുമായി തീരട്ടെ. വസുന്ധര പറയും, എന്നെ പോലെ ക്ഷമാശീലനും ശരണിനും വിഘ്നനാശകനുമായി തീരട്ടെ. പാർവതി ദേവി വീണ്ടും പറയും, താതന തുല്യം മഹായോഗിയും താതന തുല്യം മഹായോഗിയും. വൈഷ്ണവാനാം യഥാശംഭൂ, മഹായോഗി ഭഗവാനെ സേവിക്കുന്നവനാകട്ടെ. താതന തുല്യം മഹായോഗിയും സിദ്ധനും സിദ്ധിപ്രദനും മൃത്യുഞ്ജയനുമായി തീരട്ടെ. ഋഷിമാരെല്ലാം, ആ ദേവന്മാരെല്ലാം വന്നിട്ട് ഗണപതിയെ, ആ കുഞ്ഞിനെ അങ്ങനെ അനുഗ്രഹിച്ചു. ഇനി ഇത് കേൾക്കുന്ന നമ്മുടെ സ്തുതി എന്താണെന്നാണ് വീണ്ടും പറയുന്നത്. എല്ലായിടത്തും ഫലശ്രുതിയുണ്ട്. ഭാഗവത്തിലെ ഓരോ സ്തുതികളുടെയും അവസാനം ഫലശ്രുതിയുണ്ട്. ഇവിടെയും ഫലശ്രുതി വന്നിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത്, ഈ ഗണേശ ജന്മകഥനം സർവ വിഘ്ന വിനാശകമാണ്. മംഗളകരമായ ഈ കഥ, വിഘ്നേശ്വരന്റെ ഗണപതിയുടെ ജന്മകഥനം കേൾക്കുകയോ ശ്രദ്ധയോടുകൂടി കേൾക്കുകയോ ചൊല്ലുകയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നവന് സർവമംഗളങ്ങളും ഉണ്ടാകും. വെറുതെ അല്ല ഇന്ന് ഇവിടെ ഈ ഗണേശനെ പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭഗവാന്റെ തന്നെ പ്രതിസ്വരൂപമാണ് ഇത്. നമുക്ക് ജീവിതത്തിൽ മംഗളമായ കർമ്മങ്ങൾ ഉണ്ടാകും. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. എന്താണ് ട്വിസ്റ്റ് വന്നത്? ഇനി എന്താണ് ട്വിസ്റ്റ്? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ജയപ്രകാശ് പ്രഭു, എന്തായിരിക്കും കഥയുടെ ട്വിസ്റ്റ്? അറിയില്ല പ്രഭു. എന്നാലും ഒരു ഗസ്. അറിയില്ല. ഉണ്ണിയായിട്ട് പിറന്നു, ഇനിയാണ് ട്വിസ്റ്റ്. അദ്ദേഹത്തിന്റെ രൂപം മാറാൻ പോകുന്നത്. തലയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിരിക്കുന്ന കഥകളാണോ, നമ്മൾ കേട്ട കഥകളാണോ എന്ന് നമ്മൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരാൾ വന്നില്ല, കാണാൻ വേണ്ടിയിട്ട് വന്നില്ല. അദ്ദേഹം വരികയാണ്. ആരാണെന്ന് പറയാമോ? സാക്ഷാൽ ശനിദേവൻ. എന്തോ? അല്ല, ശനിദേവനാണ് വരാൻ പോകുന്നത്. ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. ശനിദേവൻ ലാസ്റ്റിലാണ് വരുന്നത്. ശനിദേവൻ വന്നു. അപ്പൊ അങ്ങനെ അത്യന്തം നമ്രവദനായി അല്പം കണ്ണടച്ച് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് നോക്കണം. അവിടെയും ശനിദേവൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് വരുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടാണ് വരുന്നത്. പതുക്കെ പാർവതി ദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. ശനി പാർവതിയെ നമിച്ചു, കണ്ടുടനെ പ്രണമിച്ചു.
ശനിയെ കണ്ട ദേവി കുശലപ്രശ്നമൊക്കെ ആരംഭിച്ചു. എന്നിട്ട് അപ്പോഴും ശനിദേവൻ പാർവതി ദേവിയുടെയോ ഗണപതിയുടെയോ മുഖത്തേക്ക് നോക്കാതെ കുനിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ചോദിക്കും, അങ്ങ് എന്തുകൊണ്ടാണ് കുനിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ശനിദേവൻ ചില ഫിലോസഫിക്കൽ പോയിന്റ്സ് ആണ് പറയുന്നത്. ശനിദേവൻ പറയും, എല്ലാ ജന്തുക്കളും തങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നു. കർമ്മങ്ങൾ കോടി ജന്മങ്ങൾ കഴിഞ്ഞാലും നശിക്കുകയില്ല. കർമ്മം കൊണ്ടാണ് മനുഷ്യൻ ബ്രഹ്മലോകത്തിലോ ഇന്ദ്രലോകത്തിലോ എത്തിച്ചേരുന്നത്. മനുഷ്യനായി ജനിക്കുന്നതും പക്ഷിമൃഗാദികളായി ജനിക്കുന്നതുമെല്ലാം കർമ്മങ്ങൾ കൊണ്ട് തന്നെ. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, പൂച്ച ചത്തങ്ങ് ഓരിയായി മാറുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. കുന്താനം നമ്പൂതിരി പറയുകയാണ്. എത്ര സുന്ദരമായ വിശദാംശങ്ങളാണ്. നമ്മൾ ഇവരെല്ലാം ശരിക്കും ഭഗവാനെ അറിഞ്ഞവരാണ്. ഇവിടെ പറയുകയാണ് വീണ്ടും, വൈകുണ്ഠത്തിലെത്തുന്നതും നരകത്തിലെത്തുന്നതും കർമ്മം കൊണ്ട് തന്നെ. വിഷയാകുന്നതും നിർവിഘ്നനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. ധനവാനാകുന്നതും ദീനനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. ധനവാനാകുന്നതും ബന്ധുക്കൾക്ക് ശല്യമായി തീരുന്നതും നല്ല കുടുംബനാഥനാകുന്നതും കർമ്മം കൊണ്ട് തന്നെ. നല്ല ഭാര്യയെയും പുത്രനെയും ലഭിക്കുന്നതും കർമ്മം കൊണ്ട് തന്നെ. അമ്മയുടെ മുന്നിൽ പറയാൻ കൊള്ളുകയില്ലെങ്കിലും ഗോപ്യമായ കഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പാർവതി ദേവി എടുത്ത് ശനിദേവൻ ഒരു കഥ പറയും. ഞാൻ എന്തുകൊണ്ടാണ് മുഖത്തൊക്കെ നോക്കാൻ പറ്റാത്തത്. ഇവിടെ പറയാണ് ശനിദേവൻ. അതുകൊണ്ടാണ് ശനിദേവൻ വൈഷ്ണവരെ അങ്ങനെ കൂടുതൽ അങ്ങനെ ആക്രമിക്കത്തില്ല എന്ന് പറയുന്നത്. ശനിദേവൻ ബാല്യം മുതലേ ഭഗവാന്റെ ഭക്തനായി. എല്ലാ ശനിയാഴ്ചയും നരസിംഹ പൂജ ചെയ്യുന്നവർക്കും നരസിംഹ കീർത്തനം ചെയ്യുന്നവർക്കും ശനിദേവൻ അങ്ങനെ ആക്രമിക്കുകയില്ല. ഇത് മറ്റൊരു ശാസ്ത്രം. ബാല്യം മുതൽ ഇപ്പം കഥ പറഞ്ഞു തുടങ്ങിയാണ്. ബാല്യം മുതൽ കൃഷ്ണഭക്തനാണ് ഞാൻ. പക്ഷേ തപസ്സിൽ എന്ന പോലെ ലൗകിക വിഷയങ്ങളിലും ഞാൻ ആസക്തനായിരുന്നു. ചിത്രരഥന്റെ പുത്രിയെ പിതാവ് എനിക്ക് വിവാഹം കഴിച്ചു തന്നു. അത് തേജസ്വിനിയും തപോനിരതയുമായിരുന്നു. അവൾ ഒരിക്കൽ എന്റെ മുൻപിൽ വന്നു നിന്നു. ഹരിപാദങ്ങൾ തന്നെ ധനിച്ചിരുന്ന എന്നോട് എന്നെ നോക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ധ്യാനത്തിൽ മുഴുകിയെന്ന് ഞാൻ നോക്കിയതേയില്ല. അങ്ങ് എന്നെ നോക്കാത്തതിനാൽ അങ്ങയുടെ ദൃഷ്ടി പതിയുന്നിടത്തൊക്കെ നശിച്ചു പോകട്ടെ എന്ന് ഭാര്യ ശപിച്ചു. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പാർവതി ദേവി മഹാദേവിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സാമീപ്യം എപ്പോഴും ആവശ്യമാണ്. ഭർത്താവ് ഭാര്യയെ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തയാക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയാണ്. ഇതാണ് പാർവതി ദേവി മഹാദേവരുടെ അടുത്തും സൂചിപ്പിച്ചത്. ഇവിടെ ശനിയുടെ ഭാര്യ ആരായിരുന്നു പേര് ഞാൻ പറഞ്ഞത്? ചിത്രരഥന്റെ പുത്രി. ചിത്രരഥന്റെ പുത്രിയാണ് ഭാര്യയായത്. അപ്പം ചെന്ന് നിന്നപ്പോൾ ശനിദേവൻ നോക്കുക കൂടി ചെയ്തില്ല. അവിടെ ഈ ശാപത്തെ ഭയന്നാണ് ശുശിംപ്രഭു വീണ്ടും മറന്നു പോകുന്നു. കശ്യപ മഹർഷിയല്ലേ, കശ്യപ പ്രജാപതിയല്ലേ അതിഥി ദേവിയുടെ ദിതിയുടെ ഭർത്താവ് അല്ലേ? അതെ. സ്ത്രീയുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആ ഇംഗിതം സാധിച്ചു കൊടുക്കുന്നത്. സന്ധ്യാവേളയിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടും സാധിച്ചു കൊടുക്കുന്നു. പക്ഷെ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ശനി നോക്കുക കൂടി ചെയ്തില്ല. അങ്ങനെ എന്നെ നോക്കാത്തതിനാൽ അങ്ങയുടെ ദൃഷ്ടി പതിയുന്നതൊക്കെ നശിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. ധ്യാനത്തിൽ നിന്നുണർന്ന ഞാൻ അവളെ പല വിധത്തിൽ സമാധാനിപ്പിച്ചു. പക്ഷെ ശാപം പിൻവലിക്കാൻ സാധിക്കാതെ അവൾ പശ്ചാത്താപ പ്രവേശിയെ തീർന്നു. അത് പോട്ടെ. അപ്പൊ അങ്ങനെ ശനിദേവൻ പറഞ്ഞു, അപ്പൊ ഞാൻ നോക്കുന്നിടം നശിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് തന്നെ നോക്കിയിരിക്കുന്നതെന്ന് പാർവതി ദേവി എടുത്ത് പറയും. പാർവതി ദേവി ചിരിക്കും. എന്നിട്ട് പാർവതി ദേവി ശനിദേവനെ നിരന്തരം പ്രോത്സാഹിപ്പിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറയും. എന്നെയും എൻ്റെ കുഞ്ഞിനെയും നോക്കാൻ പറയും. അങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഒരു പൂർണ്ണ സമ്മതമില്ലാതെ ധർമ്മനിരതനായ ശനി ധർമ്മനെ സാക്ഷിയാക്കിയിട്ട് ഇടത്തെ കൺകൊണ്ട് ശിശുവിനെ ഒന്ന് നോക്കി.
ആ ക്ഷണം ആ കുഞ്ഞിന്റെ തല ശിരസ് ഛേദിക്കപ്പെട്ടു. ഇങ്ങനെയാണ് മഹാഗണപതിക്ക് ശിരസ് നഷ്ടപ്പെടുന്നത്. പാർവതി നിലവിളിച്ചു. കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. പറഞ്ഞതെല്ലാം പാർവതി ദേവി മറന്നുപോയി. അവസാനം വളരെ ദേഷ്യത്തോടെ ശനിയെ നോക്കി. ഇത് കണ്ട ഉടനെ വിഷ്ണു ഉടൻ വന്ന ഗരുഡന്റെ പുറത്ത് കയറി പുഷ്പഭദ്രാതീരത്തേക്ക് പോയി. അവിടെ പിടിയാനകളോടും ആനക്കുട്ടികളോടും ഒപ്പം ഒരു ആന കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. സുദർശനം കൊണ്ട് അതിന്റെ തലയെടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് തിരിച്ചു വരാൻ പുറപ്പെട്ടപ്പോൾ അപ്പോഴേക്കും ആനക്കൂട്ടം ഉണർന്നു. അവിടെയും ബഹളമായി. പിടിയാനകൾ ഭഗവാനെ സ്തുതിച്ച് സന്തുഷ്ടനാക്കി. ഭഗവാൻ അവർക്ക് വരം നൽകുകയും മറ്റൊരു ആനയുടെ ശിരസ് വെച്ച് പിടിപ്പിച്ച് യോഗവിദ്യ കൊണ്ട് ജീവൻ നൽകുകയും ചെയ്തു. വേഗം ഗജശിരസ് കൊണ്ടുവന്ന് വിഘ്നേശ്വരന്റെ ഉടലിൽ ചേർത്തു. ഹുങ്കാരോച്ചാരണം കൊണ്ട് ബാലനെ ജീവിപ്പിക്കുകയും ചെയ്തു. ആ ഗജാനനെ പാർവതിയുടെ മടിയിൽ കിടത്തി ദേവിയോട് ഇപ്രകാരം പറഞ്ഞു: ബ്രഹ്മാവ് മുതൽ എല്ലാവരും സ്വകർമ്മഫലം അനുഭവിക്കുന്നു. ദേവി ബുദ്ധിസ്വരൂപിണിയാണല്ലോ. ദേവിക്ക് അറിയാത്തതായി എന്താണുള്ളത്? ജന്മം തോറും ശുഭാശുഭങ്ങളായ കർമ്മങ്ങൾ ജീവികളിൽ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. ഇന്ദ്രൻ സ്വകർമ്മം കൊണ്ട് കീടയോനിയിൽ ജനിക്കാം. കീടൻ ഇന്ദ്രനുമായി തീരാം. ഇന്ദ്രൻ പന്നിയായിട്ട് വന്നില്ലേ? കർമ്മം കൊണ്ട്, കർമ്മഫലം കൊണ്ട് പന്നിയായിട്ട് വന്നില്ലേ? പന്നിയായിട്ട് വന്നിട്ട് മാത്രമല്ല, ആ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വിളിക്കാൻ ചെന്നിട്ട് പോയില്ല. അമേദ്യം കഴിച്ചുകൊണ്ടിരിക്കുക, മലം കഴിച്ചുകൊണ്ടിരിക്കുക. പറയാണ്, ഞാൻ ഇതിന്റെ ടേസ്റ്റ് ആസ്വദിച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരത്തോളം. ഇതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ശനി വളരെ വിഷമിച്ച് കുനിഞ്ഞു നിൽക്കുമ്പം പാർവതി ദേവി ശനിയെ ശപിക്കും. എല്ലാം മറക്കും. പാർവതി ദേവി ശപിക്കും, നീ അംഗഹീനനായി തീരട്ടെ എന്ന് പറയും. ഇതേപോലൊരു ശാപമാണ് ചിത്രരഥനാണെന്ന് തോന്നുന്നു ചിത്രരഥന് കൊടുത്തത്. മേളെ കൂടെ സഞ്ചരിച്ചു വരുമ്പം സുശീംപ്രഭു ചിത്രരഥനല്ലേ? അല്ലേ? ആകാശത്തോടെ ചിത്രരഥൻ വരുമ്പം എനിക്ക് ഒരു ഓർമ്മ വരുന്നു. ചിത്രരഥനാണോ? ഒന്ന് ജസ്റ്റ് ആകാശത്തു കൂടെ വരുമ്പം പാർവതി ദേവി മഹാദേവരുടെ മടിയിൽ ഇരിക്കുക. ജയപ്രകാശ് പ്രഭു എന്തോ പറയുന്നു? അല്ല, വേറെന്തോ വസിഷ്ഠൻ നിമിയെ ശപിച്ചിട്ടുണ്ട് തോന്നാണ്. വസിഷ്ഠൻ നിമിയെ ശപിച്ചിട്ടുണ്ട്. ഇവിടെ പാർവതി ദേവി ശപിക്കുന്ന ഒരു കഥയാ പറയുന്നത്. ബ്രഹ്മചര്യത്തെ കുറിച്ചിട്ടാണ് മഹാദേവര് പറയുന്നത്. ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുമ്പം മഹാദേവരുടെ മടിയിൽ പാർവതി ദേവി ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ചിരിക്കുന്നത്. ചിത്രരഥനാണോ ചിരിക്കുന്നത്? ആ ചിരിച്ചത് പാർവതി ദേവിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മഹാദേവർ അതൊരു ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുത്തു. എന്നിട്ട് പാർവതി ദേവി പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ, ഈ ഭൂമിയിലോട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ചിരിച്ചിട്ടാ പോയല്ലേ? ഭൂമിയിലോട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. മഹാദേവര് വളരെ സങ്കടത്തോടെ പാർവതി ദേവി എടുത്ത് ചോദിക്കും, എന്താ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. എന്നെ കളിയാക്കി, നമ്മളെ കളിയാക്കിയില്ലേ, അങ്ങേക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലേ എന്ന് ചോദിക്കും. പോയില്ലേ, ഏറ്റവും വലിയ വൈഷ്ണവ ഭക്തനാണ് പോയത്. പാർവതി ദേവി ശപിക്കാൻ പാടില്ലായിരുന്നു. മാത്രമല്ല, ശാപം തിരിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രമേ ശപിക്കാനുള്ള യോഗ്യതയും ഉള്ളൂ എന്ന് പാർവതി ദേവി എടുത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇതേപോലെ ഇവിടെ സൗണ്ടില്ല. എന്തോ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കേൾക്കുന്നു. ഓക്കെ, ഇടയ്ക്ക് ഒരു പക്ഷെ പോയതായിരിക്കും. അപ്പം ശാപം തിരിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ശപിക്കാനുള്ള, കേൾക്കുന്നുണ്ടോ? ശപിക്കാനുള്ള യോഗ്യതയും ഉള്ളു എന്ന് പാർവതി ദേവി എടുത്ത് പറയും. ഇവിടെ പാർവതി ദേവി ശനിയെ ശപിച്ചു, നീ അംഗഹീനനായി തീരട്ടെ, ചെറിയൊരു മുടന്ത് വരട്ടെ. അങ്ങനെ ശനിദേവന് പിന്നെ ഒരു ചെറിയൊരു മുടന്തുണ്ട്. അപ്പം അത് കണ്ടിട്ട് സൂര്യനും കശ്യപനും യമുനയും എല്ലാം കുപിതരായി ദേഷ്യപ്പെട്ടു വിഷ്ണുവിനെ ശപിക്കാൻ പുറപ്പെട്ടു. വിഷ്ണുവിന്റെ ശപിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാവ് അവരെയും പാർവതിയെയും ആശ്വസിപ്പിച്ചു. അവരെല്ലാം സന്ദർഭത്തിൽ യോജിച്ച വിധം പ്രകാരം പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, ഇദ്ദേഹം പത്നി ശാപം കൊണ്ട് നോക്കാൻ വയ്യാത്തവനാണ്. അങ്ങയെടുത്ത് നേരത്തെ പറഞ്ഞതാണ് ഭഗവതിയുടെ അടുത്ത്, ഭാര്യയുടെ ശാപമുണ്ട്, നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ട് പാർവതീദേവ പറഞ്ഞതാണ്, പാർവതീദേവിയുടെ ആജ്ഞ കൊണ്ടാണ് ശിശുവിനെ നോക്കിയത്. അപ്പൊ സൂര്യൻ പറയും, ധർമ്മനെ സാക്ഷിയാക്കി മാതാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് എന്റെ പുത്രൻ ശിശുവിനെ നോക്കിയെന്ന് സൂര്യൻ പറയും. നിരപരാധിയായ എന്റെ പുത്രനെ ശപിച്ചതിനാൽ പാർവതി പുത്രന് അംഗഹ്യാനി
സംഭവിക്കും, സംശയമില്ല എന്ന് പറയും. അവിടെയാണ് ഏകദന്തൻ അംഗഹീനം സംഭവിച്ചു. യമൻ പറയും, ആജ്ഞ നൽകിയിട്ട് സ്വയം ശപിച്ചത് കൊണ്ട് ഞങ്ങൾ ശപിക്കും, ഹിംസിക്കുന്നവനെ ഹിംസിക്കുന്നതിൽ എന്താണ് അർത്ഥം? ബ്രഹ്മാവ് പറയും, സ്ത്രീ സ്വഭാവമായ ചാബല്യം കൊണ്ടാണ് പാർവതി ശപിച്ചത്, സജ്ജനങ്ങളായ നിങ്ങൾ അതിന് ക്ഷമിക്കണം. ദുർഗെ, നിർദോഷിയായ അതിഥിയെ എന്തുകൊണ്ടാണ് ശപിച്ചത്? ദേവി പറഞ്ഞിട്ടല്ലേ ശനിപുത്രനെ നോക്കിയത്? ബ്രഹ്മാവ് പറഞ്ഞു കേട്ട് എല്ലാവരും സന്തുഷ്ടനായി തീർന്നു. അവിടെ കോംപ്രമൈസ് ഒക്കെ ആയി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ചെറിയ ഒരു അംഗഹീനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ശാപത്തെ ഒരു ചെറിയ രീതിയിലാക്കി എടുത്ത് മാറ്റി. ഇത്രയും പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലോ ഗണപതിക്ക് എന്തുകൊണ്ടാണ് ആനയുടെ തല വന്നതെന്നും ഗണപതിയുടെ ജന്മം എങ്ങനെയാണെന്നുള്ളതും ഗണപതി ആരാണെന്നുള്ളതും. ഇനി നല്ല ഒരു ഗണപതി ഭക്തന്റെ കാര്യം പറയുകയാണ്. നല്ല ഒരു ഗണപതി ഭക്തൻ ആ ഗണപതിയെ സേവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ വിഷ്ണു ഭക്തനായിട്ട് മാറും. നോക്കൂ, ഇതെല്ലാം കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് വിഷ്ണുവിനാണ്. അപ്പം ഈ മംഗളകരമായ ഈ വിനായക ചതുർത്ഥി ദിവസത്തിൽ എല്ലാവർക്കും, നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും ഇനി വരുന്ന തലമുറകൾക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം എല്ലാ വിഘ്നങ്ങളും സാക്ഷാൽ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മാറി വിഷ്ണു ഭക്തി, ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, ആ ജപിക്കാനുള്ള മനസ്സ്, ആ ജപിക്കുന്നത് വഴിയുള്ള അനുഗ്രഹം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയുന്നതിന് മുമ്പിട്ട് നമ്മൾ ഏത് ചാപ്റ്ററാണ് ഇനി ഭഗവത്ഗീത വായിക്കാനുള്ളത്? നമ്മൾ കണ്ടിന്യൂഷൻ വായിക്കുന്നത്. ജയപ്രകാശ് പ്രഭു, നമ്മൾ എത്ര അധ്യായമാണ് വായിച്ചു നിർത്തിയത്? ഓർമ്മയുണ്ടോ? 7 വായിച്ചു, 8 വായിച്ചു, ഇല്ലേ? ഇനി 9 വായിക്കാനുണ്ടോ? ഓർമ്മയുണ്ടോ? വായിച്ചിരുന്നോ? അതോ 1 നമ്മൾ വായിച്ചത്? 1 വായിച്ചത് അല്ലേ? 1 പകുതി വായിച്ചു നിർത്തിയിട്ട് പകുതി പിന്നീട് വായിക്കാന്ന് പറഞ്ഞിരുന്ന ആരാ? സുരേഷ് ഗോപി പ്രഭുവാണോ? ആരോ നമ്മൾ വായിച്ചല്ലോ, ശരിയല്ലേ? 1-ാമത്തെ അധ്യായമാണെന്ന്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ 7, 8, 9, 10 കവർ ചെയ്തിട്ടാണോ ജയപ്രകാശ് പ്രഭു? ഓർക്കണില്ല ബ്രോ. എനിക്കിത് ഓർമ്മയുണ്ട്. 1-ാമത്തെ അധ്യായം ഒന്ന് സിമ്മി മാതാജി പകുതി അതാണ് അതുകൊണ്ടാണ്. അതെ പകുതി വായിച്ചിട്ട് പകുതി പിന്നീട് വായിക്കാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? പക്ഷെ അതിനു മുമ്പ് അഭിരാമി വായിച്ചല്ലോ. അഭിരാമി വായിച്ചു. 7-ാമത്തെ അധ്യായം വായിച്ചത്. ആമി 7 വായിച്ചത്. ആമി 7 വായിച്ചത്. 7 സ്റ്റാർട്ട് ചെയ്തു. 7ഉം 8ഉം 9ഉം 10ഉം നമ്മൾ കവർ ചെയ്തിട്ടാണ്. വിപിൻ പ്രഭു വായിച്ചല്ലോ ഒരു ചാപ്റ്റർ വിപിൻ പ്രഭു വായിച്ചു. 1-ാമത്തെ ചാപ്റ്ററിന്റെ പകുതി ആര് വായിക്കും? ഇന്ന് ആര് വായിക്കും? ആരെ അലോട്ട് ചെയ്തില്ല. ആര് വായിക്കാൻ പറ്റും? വോളണ്ടിയർ ഈ സേവ ആരെടുക്കും? ഇതൊരു സേവയാണ്. ഭഗവാന്റെ ചാപ്റ്റർ വായിക്കുന്നതും സേവയാണ്. ശില്പമാതാജി വായിക്കൂ. എവിടെ മുതല വായിക്കണ്ടേ പ്രഭു? 16th മുതലാണോ മാതാജി? 1-ാമത്തെ ചാപ്റ്ററില് 15 ശ്ലോകം സിമ്മി മാതാജി വായിച്ച. ഓക്കെ, അതെ, ഇനി കുറച്ചും കൂടെ ഉള്ളു. 16th ശ്ലോകം മുതൽ വായിക്കുക. ഓക്കെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ. അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരാ നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ
काश्यश्च परमेश्वास शिखण्डी च महारथः दृष्टद्युम्नो विरातश्च सात्यकिश्च पराजिता द्रुपदो द्रौपदेयाश्च सर्वश्च पृथ्वीपते सौभद्रश्च महाबाहु शङ्खान् दद्मु पृथक् सघोषोधात्तराष्ट्राणां हृदयानि व्यदारयत् नभश्च पृथिवीं चैव तुमुलोऽभ्यनुनादयान् अथ व्यावस्थितान् दृष्ट्वा धार्तराष्ट्रान् कपिध्वज प्रवृत्ते शास्त्रसम्पाते धनुरुद्यम्य पाण्डवा ऋषिकेशं तदा वाक्यम् इदम् आह महीपते अर्जुन उवाच सेनयोरुभयोर्मध्ये रथं स्थापय मे अच्युत यावत् एतान् निरीक्षेऽहं योद्धुकामान् अवस्थितान् कैर्मया सह योद्धव्यम् अस्मिन् रणसमुद्यमे योत्स्यमानान् अवेक्षम्हं यम् एते अत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवा संजय उवाच एवं युक्तो हृषीकेशो गुडाकेशेन भारत सेनयोरुभयोर्मध्ये स्थापयित्वा रथोत्तमम् भीष्मद्रोणप्रमुखता सर्वेषां च महीक्षिताम् उवाच पार्थ पश्यैतान् समवेतान् कुरुनिति तत्र पश्यत् स्थितन् पार्थ पितॄन् अथ पितामहन् आचार्यन् मातुलन् भ्रातॄन् पुत्रान् पौत्रान् सखींस्तथा स्वसुरान् सुहृदश्चैव सेनयोरुभयोरपि तान् समीक्ष्य च कौन्तेय सर्वान् बन्धु अवस्थितान् कृपया परयाविष्टो विषीदन् इदमब्रवीत् अर्जुन उवाच दृष्ट्वेमां स्वजनं कृष्ण युयुत्सुं समुपस्थितं सीदन्ति मम गात्राणि मुखं च परिशुष्यति वेपतुश्च शरीरे मे रोमहर्षश्च जायते गाण्डीवं श्रंसते हस्तात् त्वक्चैव परिधत्यते न च शक्नोमि अवस्थानुतातुं भ्रमत्तिव च मे मना निमित्तानि च पश्यामि विपरीतानि केशव न च श्रेयोनुपत्स्यामि हत्वा स्वजनम् आहवे न काङ्क्ष विजयं कृष्ण न च राज्यं सुखं च किं नो राज्येन गोविन्द किं भोगैर्जीवितेन वा येषाम् अर्थे काङ्क्षितं नो राज्यं भोगा सुखानि च त इमे वस्थिता युद्धे प्राणां त्यक्त्वा धनानि च आचार्य पितर पुत्रास् तथैव च पितामह मातुल स्वशुर पौत्र स्याला सम्बन्धिनस्तथा एतान् हन्तुमिच्छामि घ्नतोऽपि मधुसूदन पापम् एवाश्रयेत् अस्मान् हत्वा एतान् विट्टो ओके ओके एतान् ओके
अपि त्रैलोक्यराज्यस्य हेतो किं नु मही कृते निहत्य धार्तराष्ट्रान् कापि प्रीति स्याज् जनार्दन पापम् एवाश्रयेदस्मिन् हत्वैतान् आततायिना तस्मान्नार्हा वयं हन्तुं धार्तराष्ट्रान् स बान्धवान् स्वजनं हि कथं हत्वा सुखिना श्याम माधव यदि अपि एते न पश्यन्ति लोभोपहत चेतसा कुलक्षयकृतं दोषं मित्रद्रोहे च पातकं कष्टं न ज्ञेयम् अस्माभिः पापादस्मान् निवर्तितुं कुलक्षयकृतं दोषं पापस्य दिभिर्जनार्दन कुलक्षये प्रणश्यन्ति कुलधर्मा सनातना धर्मे नष्टे कुलं कृष्णम् अधर्मो बिभवति उत अधर्माभिहावात् कृष्णा प्रद्युष्यन्ति कुलश्रियः स्त्रियः स्त्रीषु दुष्टाशु वाष्णेय जायते वर्णशङ्कर शङ्करो नरकायैव कुलज्ञानं कुलस्य च पतनी पितरो हि येषां क्रियाः दोषैरेतै कुलज्ञानं वर्णशङ्करकारकै उत्साद्वन्ते जाति धर्मान् धर्म कुलधर्मश्च शाश्वतः उत्सन कुलधर्माणां मनुष्याणां जनार्दन नरके नियतं वासो भवैति अनुशुश्रुमा अहो बता महत् पापं कर्तुं व्यवसिता वयं यद्राज्यसुखलाभेन लोभेन हन्तुं स्वजनम् उद्यता यदि माम् अप्रतिकारं अशस्त्रं शस्त्रपानय धार्तराष्ट्र रणे हन्युस् तन्मे क्षेमतरं भवेत् संजय उवाच एवम् उक्त्वा जनाः संख्ये रथोपस्थ उपाविशात् विसृज्य सशरं चापं शोकसंविघ्नमानसा കഴിഞ്ഞു. ഓക്കെ, സോറി, എനിക്ക് ഒന്നാമത് ചെറിയ അക്ഷരാണ്, മറ്റേ വലിയ ഗീത ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് റെഡ് ഇറ്റ്. പിന്നെ നേരത്തെ വായിച്ച് അല്ലെങ്കിലും ഭഗവാൻ യുനോ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ജയപ്രകാശ് ജിയെ കൊണ്ട് ഇത് പറഞ്ഞത്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. അടുത്ത ആഴ്ച വായിക്കും. ഭാഗ്യലക്ഷ്മിക്ക് വായിക്കാമോ? അടുത്ത ആഴ്ച രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഭഗവത്ഗീത വായിക്കാൻ പറ്റുമോ? സാറേ എനിക്ക് അറിയില്ല. അറിയത്തില്ല, നോ ഇഷ്യൂ. നമുക്ക് കേട്ട് പഠിക്കാം കേട്ടോ. അപ്പം വന്നിരിക്കണം, അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ആഴ്ച ആർക്കാ വായിക്കാൻ പറ്റുന്നത്? കുട്ടികളെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നെ വായിച്ചായിരുന്നു? എന്നെ വായിച്ചില്ല. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് വായിക്കാം. കുറെ ഉണ്ട്, കുറച്ച് പകുതി ആയാലും വായിച്ചില്ല. അപ്പൊ ഞാനും അടുത്ത പ്രാവശ്യം സെക്കൻഡ് ചാപ്റ്റർ വായിക്കാം. ഫുള്ളോ? ഫുള്ള് വായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഞാനൊരു ഇളവ് തന്നതാ. മാക്സിമം പോസിബിൾ ശ്ലോകം. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ വായിക്കും. അടുത്ത ആഴ്ച നമ്മൾ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്
നെക്സ്റ്റ് വീക്ക് ഉണ്ടാവണം. ഓക്കെ, തയ്യാറായിരിക്കുക കുട്ടികൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ന് നമ്മള് ഭഗവാനെ കുറിച്ചും ഗണേശനെ കുറിച്ചും ഗണേശൻ ആരാണെന്നുള്ളതും ഗണേശന്റെ തലയ്ക്ക് ആനയുടെ തല വന്നെന്ന് ചിപ്പമാതാജി മനസ്സിലായില്ലേ കാര്യങ്ങള്? ഒരു കഥകുട്ടി ഉണ്ടല്ലോ, ഐ തിങ്ക് മറ്റേ എന്താണ് ഗജസുര എന്ന് പറഞ്ഞ elephant had many years he meditated for Shiva. എന്നിട്ട് ശിവ വന്നപ്പോ പറഞ്ഞത് ദാറ്റ് എനിക്ക് ഏറ്റവും 3 വേൾഡ്സില് ഏറ്റവും ഇന്റലിജന്റ് ആയ ഇതായിട്ട് മാറണം എന്ന് വരം ചോദിച്ചു. അപ്പം ശിവൻ പറഞ്ഞു, ഈ ശരീരത്തില് നിനക്ക് ആ വരം സാധ്യമല്ല, അപ്പം ഞാൻ തരാം അവസരം, ഉടനെ ഉണ്ടാവും ആ അവസരം. അങ്ങനെയാണ്. ബിക്കോസ് പലരും ചോദിക്കും, ആ ശിവൻ എന്തിനാണ് പാവം ഒരു എലിഫന്റിന്റെ തല മുറിച്ചത് എന്ന് എപ്പോഴും ചോദ്യം വരും ഇങ്ങനെ. അപ്പൊ അതിൻ്റെ ഉത്തരം ആ ആന തന്നെയാണ് ചോദിച്ചിരുന്നത് ഭഗവാനോട്. അത് തന്നെയാണ് ഹരേ കൃഷ്ണ, അത് തന്നെയാണ് ബ്രഹ്മാവ് പറയുന്നത്. ബ്രഹ്മാവും വിഷ്ണുവോടെ പറഞ്ഞത് ഇതെല്ലാം കർമ്മബന്ധങ്ങളാണ്, നിനക്ക് ഒരു കാരണമുണ്ട്, വെറുതെ ഒന്നുമല്ല സംഭവിക്കുന്നത് എന്ന് പാർവതി ദേവി എടുത്ത് പറഞ്ഞ് പാർവതി ദേവിയെ സമാധാനിപ്പിക്കും. അത് പാർവതി ദേവിക്ക് തന്നെ അറിയാവുന്നുള്ളതല്ലേ കാര്യം? പാർവതി ദേവിക്ക് അറിയാവുന്നത് തന്നെ അല്ലേ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? 3 ജന്മം കഴിഞ്ഞിട്ടാണ് പാർവതി ദേവിക്ക് മഹാദേവരെ കിട്ടുന്നത്. മഹാദേവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ മാല എവിടുന്ന, ഈ തലയോട്ടി മാല എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഓരോ ജന്മത്തിലും ഭഗവതി എന്നെ ഭർത്താവായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു, പക്ഷെ നടന്നില്ല, അങ്ങനെ മരിച്ചു പോകും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ജന്മങ്ങളിലെ എല്ലാം തലയോട്ടിയാണ് എന്റെ കഴുത്തെ കിടക്കുന്നത് എന്ന് പറയും. ഇതെല്ലാം അതുകൊണ്ടാണ് പാർവതി ദേവിയോട് ചോദിക്കുന്നത്, വിഷ്ണുവും ചോദിക്കുന്ന, ഭഗവതിക്ക് അറിയാവുന്നുള്ളതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്, വിഷമിക്കുന്നത്, എന്തിനാ ശനിദേവനെ ശപിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഒബ്ജക്ഷൻ യുവർ ഓണർ രാജീവ് പ്രഭു പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ബാക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല, വിനായക ചതുർത്ഥിയെ പറ്റിട്ട് കൂടുതൽ അറിയാൻ പറ്റിയതിൽ സന്തോഷം. സാധാരണ നമ്മൾ മനസ്സിലാക്കി വെച്ചതിനേക്കാളും ഉപരി പല കാര്യങ്ങളും മനസ്സിലായി. പിന്നെ ഗണപതി ഭഗവാന്റെ ജനനം എങ്ങനെയാണ്, പിന്നെ ഗജ തലയുണ്ടായ, അതൊക്കെ അറിയാൻ പറ്റിയതിൽ സന്തോഷം. അതാണ് മെയിനായിട്ട്. അതിലുപരി അവിടെ വിഷ്ണുഭക്തിയും അതാണ് മെയിനായിട്ട്. അതാണ് അൾട്ടിമേറ്റ് നമുക്ക് വേണ്ടത് വിഷ്ണു ഭക്തിയാണ് എന്ന് കൂടി ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മളിപ്പോ ഏത് പറയുമ്പോഴും അവസാനം അതിലാണല്ലോ ചെന്ന് വരുന്നത്. ബിക്കോസ് ഏത് ഇവൻ ഓണമായാലും ഏത് ജനന ഏതായാലും പിന്നെ അവസാനം വരുന്നത് ഭഗവാനിലാണല്ലോ. അതെ, അത് ഇതിലും കണ്ടു. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു എന്താ പറയുന്നത്? ഒരു പാട്ട് പാടാൻ പറ്റില്ലേ? ഭാഗ്യലക്ഷ്മി ഒരു പാട്ട് പാടി, ഇനി സുരേഷ് ഗോപി ഒരു പാട്ട് പാടി. ഏത് പാട്ടാ പാടുക? ഹരേ കൃഷ്ണ. ഏത് പാട്ടാ പ്രഭു പാടുക? അടുത്ത ആഴ്ച പാടാം. അടുത്ത ആഴ്ച ഞാൻ പഠിച്ചൊരു പാട്ട്. നന്നു ഇല്ലേ അവിടെ? എവിടെ പോയി നന്നു? നന്നു അവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ടല്ലേ. നന്നു അവിടെ? നന്നുനെ കാണുന്നില്ല. എന്തോ നന്നു എത്തി. പാടണ്ടേ നമുക്ക്? ഇത് പാടാം. എന്തോ റെഡി ആയിട്ടൊന്നുമില്ല, കയ്യിലൊന്നും ഇല്ലാന്നാ പറഞ്ഞേ. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ആഴ്ച നോക്കൂ. ആമി സ്റ്റോക്ക് ഉണ്ടോ അവിടെ?
ഞാനെ ഫോഴ്സ് ചെയ്യാഞ്ഞതിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പാടിയായിരുന്നു ഹരിഹരായ നമ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫോഴ്സ് ചെയ്യാൻ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. അത് ആമിയാ പാടിയ പ്രഭു. ആമിയാണ് പാടിയത്. ആമിയാണോ പാടിയത്? അതെ അതെ. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ഞാനിന്റെ അടുത്തോട്ട് വരും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും പാടി. പക്ഷെ ഇനി ചേച്ചിമാര് രണ്ടുപേരും വന്നിട്ടില്ല. രണ്ടാഴ്ച കൂടി ഉണ്ട് പ്രഭു. ഓക്കെ, ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചതുമില്ല. കുട്ടികളുടെ എക്സാം മംഗളകരമായിട്ട് നടക്കട്ടെ. സർവസ്യ ജാഗം കൃതിസന്നിവിഷ്ടോ മത്ത വേദയിച്ച സർവീർ അഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവ ചാഹം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ. ആശാജി അവിടെ കേൾക്കുന്നുണ്ടോ? പാടാൻ പറ്റുന്ന സാഹചര്യമാണോ? അല്ല, പാടില്ല. പാടില്ല. ആശാജിയുടെ മകന് ഒരു സർജറി കഴിഞ്ഞു. വീണ്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സർജറി മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ ആദിരാജിയുടെ ആർക്കാണ് സുഖമില്ലാതിരിക്കുന്നത്? അഖിലക്ഷ്മിയുടെ അമ്മൂമ്മ അല്ലേ? അഖിലക്ഷ്മിയുടെ അമ്മൂമ്മ അല്ലേ? അഖിലക്ഷ്മിയുടെ അമ്മൂമ്മയാണെന്ന് തോന്നുന്നു. ഒരു പനി, നമ്മുടെ ഇപ്പോഴത്തെ അസുഖം വന്നിരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ രാമ 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 ഹരേ കൃഷ്ണ 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 രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ ഹരേ. ഇവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി സുശീം പ്രഭു പറഞ്ഞില്ലേ ഇതുവരെ സംസാരിച്ചു? സുശീം പ്രഭു പറഞ്ഞു. ഗണപതി എഴുതിയത് കൊണ്ടാണ് ഭാരതം മഹാഭാരതമായതെന്ന് ഇങ്ങനെ പറയുന്നു, കേട്ടിട്ടുണ്ട്. അതെ, അല്ലെങ്കിൽ വെറും ഭാരതമായിരുന്നു. അതെ, കൊമ്പ് മുറിച്ചാണ് എഴുതിയതെന്നാണ് അന്ന് പറഞ്ഞത് സെഷൻ. എനിക്ക് എന്റെ ഓർമ്മ. അതെ, അങ്ങ് എഴുതിയ ഭഗവത് വചനങ്ങള് നമുക്കൊരു പൂജ അറ്റൻഡ് ചെയ്യുന്നത് തെറ്റല്ലല്ലോ. കൂടുതൽ ഏത് പൂജ നിൽക്കട്ടെ. വർഷങ്ങൾക്കും അറിവില്ലാത്ത സമയത്ത് പറഞ്ഞതായിരിക്കാം, അതവിടെ നിൽക്കട്ടെ. പിന്നീട് ബാക്കി കാര്യങ്ങൾ വന്നു. എന്തായാലും ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറഞ്ഞ ഒരു ന്യൂ ഇൻഫർമേഷൻ. ഹരേ കൃഷ്ണ ഭക്തന്മാർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്ത ഉണ്ട്. അതെ, പറയൂ. നമ്മുടെ മോഡിജി ഗവൺമെന്റ് ഒരു ഗ്രാൻഡ് സ്ഥലം മേടിക്കാനായിട്ട് നൽകുന്നുണ്ട് ഹരേ കൃഷ്ണയ്ക്ക് മാത്രമല്ല 4-5 ഓർഗനൈസേഷൻസിന് കൊടുക്കുന്നു. വർക്കല, അതായത് ചൈതന്യ മഹാപ്രഭു പോയ സ്ഥലങ്ങളിൽ. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കല മേടിച്ചു പോയത് കൊണ്ട് ഒന്നുകൂടെ മേടിക്കാൻ നോക്കുകയാണ്. കുറച്ചുകൂടെ അത് മേടിക്കാൻ മാത്രമേ പറ്റൂ. അത് ഈ 125-ാം വർഷം പ്രമാണിച്ചാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ലാൻഡ് നോക്കുകയാണ്. അഡീഷണൽ ലാൻഡ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം പ്രഭുപാദരുടെ അനുഗ്രഹത്താൽ നല്ലതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം 3 പ്രാവശ്യം. കാര്യം അതും ഒരു നിയോഗമാണ്. കാര്യം നമുക്ക് 5 സെന്റ് മാത്രം പോരാ. അവിടെ വർക്കരയെ പോലെ സ്ഥലത്ത് 5 സെന്റ് നമുക്ക് പോരാ. നമുക്കൊരു 50 സെന്റ് വേണം. അതിമോഹമൊന്നുമല്ല, നമുക്ക് 50 സെന്റ് വേണം. വിശാലമായ ഒരു സെന്ററാണ് നമുക്ക് വേണ്ടത്. 50 സെന്റ് വേണം. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടക്കം കുറിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ. സന്തോഷം. ജയപ്രകാശ് പ്രഭു.
പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പ്രഭു, പുതിയ കുറച്ച് കാര്യങ്ങൾ കേട്ടു. അറിവുകൾ വർദ്ധിക്കുന്നു. പ്രഭുവിന് നന്ദി. ജയ് ശീല പ്രഭുപാദ്. പ്രഭുപാദർക്ക് നന്ദി. ജയ് ശീല പ്രഭുപാദ്. ഞാൻ ഇന്ന് മാറ്റിയാണ്. ഞാനിപ്പം കൂടുതൽ ജയ് വിളിക്കുന്ന പ്രഭുപാദർക്കാണ്. പ്രഭുപാദർ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അറിയാൻ സാധിച്ചത്, വൃന്ദാവനത്തെ അറിയാൻ സാധിച്ചത്, ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ജയ് ശീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. അപ്പം അടുത്ത ആഴ്ച നന്നു വായിക്കുന്നു. പാട്ട് കീർത്തനം ആരെങ്കിലും ചെയ്തു വെക്കണം. ഇന്ന് നല്ല കീർത്തനമായിരുന്നു. സന്തോഷം. ഭാഗ്യലക്ഷ്മി വീണ്ടും നല്ല നല്ല പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് വരണം. കഥകൾ പറയാൻ വരണം. വളരെ സന്തോഷം. ഇങ്ങനെ ഇന്ററാക്റ്റീവ് ഉണ്ടാവണം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷം. ഇന്ന് വന്നതിൽ സന്തോഷം. അടുത്ത ആഴ്ചയും തീർച്ചയായിട്ടും വരണം. എനിക്കറിയാം അവിടെ പിന്നെ വിശക്കുന്ന സമയമായി, എങ്കിലും വളരെ സന്തോഷം. ഭാഗ്യലക്ഷ്മിക്കും കൂടി ഒരു നന്ദി പ്രഭു. നന്ദി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. അതെ, പ്രഭു ചെറിയൊരു പാട്ട് അല്ലെങ്കിൽ കീർത്തനം പാടാൻ പറഞ്ഞു. പ്രഭു എന്തിനാ നമ്മൾ പറയില്ലേ, ഒരു പൂ ചോദിച്ചു ഒരു പൂന്തോട്ടം കിട്ടിയതുപോലെ. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പം സുശ്യം പ്രഭു പറഞ്ഞ 16 വന്നില്ല, 12 നിൽക്കുകയാണ്. എത്തുന്നില്ല. അതാണ് 16 നമ്മുടെ സംഖ്യയാണ്. ആ 16. ഹരേ കൃഷ്ണ. മണിപ്രഭു സുഖമായിട്ടെത്തിയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. സുഖമായിട്ടെത്തി. ഒരു കുഴപ്പമില്ല. കാല് എങ്ങനെയുണ്ട്?